ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമാകുന്ന നല്ല പ്രഭാതത്തിൽ നമുക്ക് ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ ദൈവം നമുക്ക് നൽകിയതായിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ, ഒന്നിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവസന്നിധിയിൽ ഒരു പ്രഭാതം ദൈവം നൽകിയല്ലോ. ആ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തെ ചിന്തിക്കാം. അതിൻ്റെ ഇന്നത്തെ മോർണിംഗ് മന്നായിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പ്രതിഷ്ഠരായ പ്രവർത്തകർക്ക് വലിയ വേഗത്തിൽ ചെയ്യുവാൻ കഴിയും. അതിനനുബന്ധിച്ച് ഒരു വേദവാക്യം ഇവിടെ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 4:32. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലതും അവർ പൊതുവകയായി എണ്ണി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം വളരെയധികം ചിന്തിക്കുമ്പോൾ ആദിമ നൂറ്റാണ്ടിലെ അനുഭവം, അവർ ഒന്നിച്ചു കൂടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അത് പ്രാർത്ഥനയ്ക്കാണേലും ആരാധനയ്ക്കാണേലും അപ്പം നുറുക്കിനാണേലും ഒക്കെ ഒന്നിച്ചു കൂടി ഒരു വലിയ സന്തോഷം പങ്കുവെക്കുന്ന, എൻ്റെയെന്നോ നിൻ്റെയെന്നോ എന്നുള്ളതായിരിക്കുന്ന ആ ഒരു വാക്കില്ലാതെ എല്ലാവരും ഒന്നിച്ച് കൂടുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. അവിടെ ഒന്നിച്ചു കൂടുമ്പോൾ അവർ വിശ്വസിച്ചവരുടെ കൂട്ടമാണ് അവിടെ ഒന്നിച്ചു കൂടുന്നത്. വിശ്വസിച്ചവരുടെ കൂട്ടം. ആരിൽ വിശ്വസിച്ചു? കർത്താവായ യേശുവിൽ വിശ്വസിച്ചവരെ ഒരു കൂട്ടം ജനം അവിടെ കൂടി. ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു അവർ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആദിമ നൂറ്റാണ്ടിൽ അനേക അത്ഭുത പ്രവർത്തികളെ നടക്കുവാനിടയായിട്ടും തൻ്റെ ശിഷ്യന്മാരിൽ കൂടെയും പ്രവാചകന്മാരിൽ കൂടെയും ദൈവദാസന്മാരിൽ കൂടെയൊക്കെ അത്ഭുത പ്രവർത്തികളെ അവിടെ നടക്കുവാനിടയായി തീർന്നു. അതിൻ്റെ കാരണം അവർ ഏകമായി വിശ്വസിച്ചു കർത്താവിനെ. ഒരു വലിയ കൂട്ടമായി ഒന്നിച്ചുകൂടി, ഏക ഹൃദയമുള്ളവരായി, ഏക മനസ്സുള്ളവരായി. ദൈവത്തിന് സ്തോത്രം. അവർക്ക് ഉള്ളതൊക്കെയും സ്വന്തമെന്ന് കരുതാതെ പൊതുവായി അവരെണ്ണി, പൊതുമുതലായി എണ്ണി. സ്തോത്രം. ഇന്ന് ഈ ലോകത്തിൽ നാം നോക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടും ഓടി അധ്വാനിച്ചുമൊക്കെ കൊണ്ടുവരുന്നതൊക്കെ നമ്മുടേതാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നത് പലപ്പോഴും തെറ്റായ കാര്യമാണ്. എന്നാൽ നമ്മൾ പറയും, എൻ്റെ വീട്, എൻ്റെ വസ്തു, എൻ്റെ കാറ്, ഇങ്ങനെ ഒക്കെ നമ്മൾ പറയുമ്പോൾ എൻ്റേതെന്ന് കരുതുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ മുന്നോട്ട് അനുഗ്രഹിക്കപ്പെട്ടു പോകാത്തത്. അന്ന് ആത്മീകമായി വളരുകയും അനുഗ്രഹം പ്രാപിക്കുകയും അന്ന് രോഗത്തിന് വലിയ വിടുതലും ഭൂതങ്ങൾ വിട്ടുപോകുകയും അനേക അത്ഭുത അടയാള പ്രവൃത്തികൾ അന്ന് നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കൂട്ടം ജനം ഒരു വിശ്വാസത്തോടുകൂടെ വന്നതുകൊണ്ടാണ്. അവർ രണ്ട് മനസ്സുള്ളവരല്ല, ഏക മനസ്സുള്ളവരാണ്, ഏക ഹൃദയമുള്ളവരാണ്. അവരുടെ ഹൃദയത്തിൽ പകയോ പിണക്കോ ക്രോധമോ ശങ്കയോ ഒന്നുമില്ല. എനിക്കുള്ളത് നിനക്ക്, നിനക്കുള്ളത് എനിക്കും എന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ അഭിപ്രായത്തോടുകൂടെയാണ് അവരവിടെ കൂടിയത്. സ്തോത്രം. നമുക്കറിയാമല്ലോ, ഇന്നത്തെ ലോകത്തിൽ ഒരു അത്ഭുതങ്ങളും നടക്കാത്തതിൻ്റെ കാര്യം എന്താണ്? രണ്ടുപേര് ഒന്നിച്ച് കൂടിയാൽ, ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ ഇരുന്നാൽ ഏക ഹൃദയമല്ല, രണ്ട് മനസ്സുള്ളവരായി ദൈവസന്നിധിയിൽ രണ്ടുപേര് ഐക്യമെത്തിപ്പെട്ട് എന്ത് യാചിച്ചാലും എന്ത് ചെയ്യും? നിങ്ങൾക്ക് ദൈവം തരും എന്നുള്ളതായിരിക്കുന്ന വചനമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ ദൈവമക്കളെ, കഷ്ടതയുടെ നടുവിലൊക്കെ, പ്രയാസത്തിന് നടുവിലൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഏക മനസ്സുള്ളവരായി, ഏക ഹൃദയമുള്ളവരായി നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സ്തോത്രം. ഇന്ന് നമ്മളാണെ പറയും, ഇതെല്ലാം എൻ്റെ സ്വന്തമാണ്, ഞാൻ ചെയ്തതാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്.
എന്നാൽ അവരോ സകലതും അവർക്ക് പൊതുവായിരുന്നു എന്ന് ഇവിടെ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയ ദൈവമക്കളോട് പറയുവാനുള്ളത്, ഒന്നും നമ്മുടെയല്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങൾ അത്രേ എന്ന് നാം ചിന്തിക്കുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും ഏക മനസ്സുള്ളവരും ഏക ഹൃദയമുള്ളവരായി നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട്, നമ്മുടെ ഹൃദയങ്ങളെ ഏറ്റു കർത്താവിന്റെ സന്നിധിയിൽ പകർന്നുകൊണ്ട്, നമ്മുടെ കുറവുകളെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ഏക ഹൃദയമുള്ളവരായി ഇരിക്കുക. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, കർത്താവേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. സ്വയം പാപിയാണെന്ന് കരുതി ദൈവത്തോട് നിലവിളിച്ച് പറയുന്നതായ ദാവീദിന് പാപമോഷം കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അത് ലഭിക്കുവാനിടയായിത്തീരും. അപ്പോൾ നാം അധ്വാനിച്ചതും വെട്ടിപ്പിടിച്ചതും ഒന്നും നമുക്ക് സ്വന്തമല്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ ഒരംശം മറ്റുള്ളവർക്കും കൂടെ നാം കൊടുക്കേണ്ടവരാകുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആഴമേറി പതിഞ്ഞുകൊണ്ട് അപ്രകാരമുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ആയതിനാൽ ദൈവം നമ്മളെ അതിനുവേണ്ടി ഒരുക്കട്ടെ, അതിനുവേണ്ടി ദൈവം നമ്മളെ വിനിയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്ന് അപ്രകാരം ജീവിച്ച് മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ വരവെങ്കിൽ നാം എല്ലാവരും കർത്താവിനോടുകൂടെ ഒരുമിച്ച് അവിടെ ആയിരിക്കുവാൻ സാധിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഏഴകളായിരിക്കുന്ന ഞങ്ങൾക്ക് പ്രഭാതത്തിൽ ഉണർന്ന് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇന്നൊരു പകൽക്കാലം ദൈവം ഞങ്ങൾക്ക് നൽകിയില്ലല്ലോ. കർത്താവെ, അടിയനെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വചനം കേട്ട തൻ്റെ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഇന്ന് പകല് മൊത്തം അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.